കാഹളം അധ്യായം 3. ഏതാനും സെക്കൻഡുകൾ മാത്രമേ അമൃതയും മക്കളും പതറിയിരുന്നുള്ളൂ. ഞൊടിയിടയിൽ അവർ ചാടി എണീറ്റു. ഇത്തരം രംഗങ്ങൾ മണപ്പള്ളിക്കാർക്ക് പുത്തരിയല്ലല്ലോ. അകത്തേക്ക് കയറിക്കോ മക്കളെ, അമൃത വിളിച്ചു പറഞ്ഞു. അവരെല്ലാം ഓടിക്കയറി. അമൃത മുൻവാതിൽ ചേർത്തടച്ചു. എല്ലാ വാതിലുകളും ജനാലകളും ശരിക്കടച്ചോ? വിനയയും ഋഷിയും നിത്യയും കൂടി വേഗത്തിൽ മറ്റുള്ള വാതിലുകളും ജനാലകളും അടച്ച് സുരക്ഷിതമാക്കി. തുറക്കടി വാതില്, നിന്റെയൊക്കെ മുഖം ഞങ്ങളൊന്ന് കാണട്ടടി. ആരോ അലറുന്നു. നിത്യ ഭയന്ന് അമ്മയുടെ അരയിൽ വട്ടം പിടിച്ചു നിന്നു. ഇരുവരുടെയും ശരീരം വിറപൂണ്ടിരുന്നു. എടാ ഋഷി, വാതിൽ തുറക്കടാ, നിന്റെ ചേട്ടന്റെ മുറിയൊക്കെ ഒന്ന് കാണട്ടടാ ഞങ്ങള്. വീണ്ടും അലർച്ച. പെട്ടെന്നൊരു കല്ല് ചീറി വന്ന് ജനാല ചില്ലിൽ തറച്ചു. വല്ലാത്തൊരു കിലുക്കത്തോടെ ചില്ല് ചിതറി വീണു. പിന്നെ തുടരെ കല്ലുകൾ പറന്നു വന്നു. വീടിന്റെ ജനാലകൾ ഓരോന്നായി അസ്ഥിപഞ്ജരമായി കൊണ്ടിരുന്നു. കുറെ കല്ലുകൾ വീടിനുള്ളിലേക്കും പറന്നു വീണു. അമൃത മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തെ മുറിയിലേക്ക് മാറി. ആരോ വാതിലിൽ ആഞ്ഞാഞ്ഞ് ചവിട്ടുന്നു. അത് ഇപ്പോൾ തകർന്നു വീഴും എന്ന് തോന്നി. ഈശ്വര, ഇനി എന്തൊക്കെ ഉണ്ടാവും? അമൃതയുടെ കവിളുകളെ പൊള്ളിച്ചുകൊണ്ട് കണ്ണീർ ധാരയായി ഒഴുകിയിറങ്ങി. ആർക്കും മിണ്ടാനാവുന്നില്ല. വാതിൽ തുറക്കടി പന്ന. പിന്നെ പുറത്തുനിന്ന് കേട്ടത് പുഴുത്ത തെറിയാണ്. പെട്ടെന്ന് അമൃത ഫോണിനരികിലേക്ക് ഓടി. പോലീസ് സ്റ്റേഷനിലെ നമ്പർ മണപ്പള്ളിക്കാർക്ക് മനപാഠമാണ്. അമൃത റിസീവർ എടുത്തു. നമ്പറുകളിൽ വിരൽ അമർത്തി. യെസ്. എസ് എ രമേശ് ചന്ദ്രന്റെ കനത്ത ശബ്ദം. സാർ, ഇത് മണപ്പള്ളിയിൽ നിന്നാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്ത യദുരാമന്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വീട് എറിഞ്ഞു തകർക്കുകയാണ് സാർ. ഇനി താമസിച്ചാൽ അവർ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്തു വരും. രക്ഷിക്കണം സാർ. അപ്പുറത്തുനിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അമൃതയുടെ ശബ്ദം ചിലമ്പിച്ചു. സോറി, ഇത് സൂപ്പർ മാർക്കറ്റാണ്. പറഞ്ഞതും ഫോൺ വെച്ചു കഴിഞ്ഞു. പലവട്ടം ശ്രമിച്ചിട്ടും ലൈൻ കിട്ടിയില്ല. ഫോൺ വെച്ച് തകർന്ന മനസ്സോടെ അമൃത പിന്തിരിഞ്ഞു. പൊടുന്നനെ പുറത്തെ ബഹളങ്ങൾ നിലച്ചു. അമ്മയും മക്കളും മുഖാമുഖം നോക്കി. നിർത്താൻ. അക്രമികളെ ആരോ ശാസിക്കുന്നത് കേട്ടു. ആരാണ് ഈ നേരത്ത് രക്ഷകനായി അവതരിച്ചിരിക്കുന്നത്? അപ്പോൾ കോളിംഗ് ബെൽ ശബ്ദിച്ചു. നെഞ്ചിടിപ്പ് അമർത്തിയ അവർ മുന്നിലെ മുറിയിലേക്ക് നീങ്ങി. പേടിക്കേണ്ട ഏടത്തി, ഒക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണ്. വാതിൽ തുറന്നോളൂ. വാവച്ചന്റെ ശബ്ദം. അത് അമൃത തിരിച്ചറിഞ്ഞു. എന്നിട്ടും വാതിൽ തുറക്കാൻ അവർ ഭയന്നു. പുറത്തു നിൽക്കുന്നവർ ഇപ്പോൾ ശാന്തരാണ്. എന്നാലും സംശയിക്കേണ്ട ഏടത്തി. പൊട്ടിയ ജനാലയ്ക്കരികിലേക്ക് വന്ന് ഹരിലാലും പറഞ്ഞു. യദുരാമനോ ഞങ്ങളോ അല്ല ജയശ്രീയെ കൊന്നത്. എല്ലാം വേറെ ചിലർ ബുദ്ധിപൂർവ്വം കളിച്ചതാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ. പോലീസിന് ആ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട്. യദുരാമനെ ഇപ്പോൾ തന്നെ അവർ വിട്ടയക്കും. ആ വാക്കുകൾ അമൃതയുടെയും മക്കളുടെയും മനസ്സിൽ ഒരു കുളിർക്കാറ്റായി പടർന്നിറങ്ങി. വാതിൽ തുറക്കാം മമ്മി. ഹരിലാലിനെ കണ്ടതോടെ വിനയയും പറഞ്ഞു. യദുവേട്ടന്റെ കൂട്ടുകാരല്ലേ അവര്, പോരെങ്കിൽ രാഷ്ട്രീയക്കാരും. അമൃത തിരിഞ്ഞ് ഋഷിയെ നോക്കി. കാര്യം എന്തായാലും മോൻ പിന്നിലെ മുറിയിലേക്ക് മാറിക്കോ. മണപ്പള്ളിയിലെ രാഷ്ട്രീയക്കാർക്ക് പുരുഷന്മാരോടാണല്ലോ കൂടുതൽ പക. തലകുലുക്കിക്കൊണ്ട് മമ്മിയെ ഒന്ന് നോക്കിയിട്ട് ഋഷി പിന്നിലെ മുറിയിൽ പോയി ഒളിച്ചു. വേഗം വാതിൽ തുറക്ക് ഏടത്തി. ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നുകൂടി വിളിക്കട്ടെ. അല്ലെങ്കിൽ യദു മടങ്ങി വരുമ്പോൾ ആരെങ്കിലും ആക്രമിച്ചാലോ? അത് പറഞ്ഞത് ഗോപിനാഥാണ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല അമൃത. വാതിൽ തുറന്നു. മുന്നിൽ അവർ മൂവരും ഉണ്ടായിരുന്നു. അതുവരെ ബഹളമുണ്ടാക്കിയവർ മുറ്റത്ത് അടങ്ങി നിൽക്കുന്നത് അമൃത കണ്ടു. എന്താ കുട്ടികളെ ഉണ്ടായത്? അമൃത മൂവർ സംഘത്തിന്റെ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. പറയാം. അവർ അകത്തേക്ക് കയറി കസേരകളിൽ ഇരുന്നു. ഒരു പക്ഷേ മറ്റാരെങ്കിലും ഇനിയും ഒരു ആക്രമണത്തിന് വന്നേക്കാം. അതുകൊണ്ട് സൂക്ഷിക്കണം, ഗോപിനാഥ് പറഞ്ഞു നിർത്തിയതും പുറത്ത് ശാന്തത ഭാവിച്ച് നിന്നിരുന്ന 10-15ഓളം വരുന്ന സംഘം അകത്തേക്ക് പാഞ്ഞു കയറി. മമ്മി, വിനയയും നിത്യയും ഒരുപോലെ നിലവിളിച്ചു. കുറുവടികൾ കൊണ്ട് അക്രമികൾ അപ്പോഴേക്കും എല്ലാം തല്ലി തകർത്തു തുടങ്ങിയിരുന്നു. ഏയ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അവർ മൂവരും ചാടി എണീറ്റു. പക്ഷെ അക്രമികൾ അത് ശ്രദ്ധിച്ചതേയില്ല. തല്ലി തകർക്കുന്നതിനിടയിൽ വില പിടിച്ചത് പലതും അവർ കൊള്ളയടിച്ചു. ഒരാൾ വിനയയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല വലിച്ചു പൊട്ടിച്ചു. അയ്യോ, എന്റെ മാല! അവൾ അയാൾക്ക് പിന്നാലെ ഓടാൻ ഭാവിച്ചപ്പോൾ ഹരിലാൽ തടഞ്ഞു. വേണ്ട പെണ്ണെ, ഇനിയും അവരെ പ്രകോപിപ്പിക്കണ്ട. അവൻ അവളെ ചേർത്ത് പിടിച്ചു. നീ വാ. ഒരു യന്ത്രത്തെ പോലെ അവൾ അനുസരിച്ചു. എന്നാൽ തൊട്ടടുത്ത മുറിയിൽ കയറി അവൻ വാതിലടച്ചപ്പോൾ അവൾ കിടുങ്ങിപ്പോയി. പേടിക്കണ്ട, നിന്നെ ആരും കൈവയ്ക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. മമ്മിയും നിത്യമോളും. അവർക്ക് കൂട്ടിന് ഗോപിയും വാവച്ചനുമുണ്ടല്ലോ. മമ്മിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു നിത്യ. അവളെ വാവച്ചൻ വിളിച്ചു. മോളിവിടെ നിൽക്കണ്ട, വാ, ഏട്ടൻ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടാക്കാം. ചെല്ലുമോളെ, അമൃതയും പറഞ്ഞു.
കുട്ടി അവന്റെ പിന്നാലെ അക്രമികൾക്കിടയിലൂടെ വാതിൽക്കലെത്തി. പുറത്ത് കരുതലോടെ നിന്നിരുന്ന രണ്ടുപേരോടായി വാവച്ചൻ പറഞ്ഞു, നിത്യമോളെ അങ്ങേ വീട്ടിൽ കൊണ്ടാക്ക്. കുട്ടി മടിയോടെ വാവച്ചനെ നോക്കി. ചെല്ലുമോളെ. അവൾ അവർക്കൊപ്പം പോയി. വാവച്ചൻ പിന്തിരിഞ്ഞു. അക്രമികൾ മേശയും അലമാരയും ഒക്കെ വെട്ടിപ്പൊളിച്ച് പണവും ആഭരണങ്ങളുമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം കണ്ടിട്ടും അനങ്ങാനാവാതെ തലകുനിച്ച് തളർന്നിരിക്കുകയായിരുന്നു അമൃത. വാവച്ചനും ഗോപിനാഥും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചിട്ട് അമൃതയുടെ അരികിലെത്തി. എണീക്ക് ഏടത്തി. വാവച്ചനും ഗോപിനാഥും അവളുടെ രണ്ട് കൈകളിലും പിടിച്ചുയർത്തി. അമൃത എണീറ്റു. കഴുത്തിലും കയ്യിലുമൊക്കെ ആഭരണങ്ങൾ ഇങ്ങനെ ഇട്ടിരുന്നാൽ അവന്മാര് കൊണ്ടുപോകും. ഇങ്ങ് അഴിച്ചു തന്നേര്. വാവച്ചൻ കൈനീട്ടി. അമൃത അവയൊക്കെ അവരെ ഏൽപ്പിച്ചു. വല്ലാത്തൊരു ചിരിയോടെ അവനത് കീശയിൽ തിരുകി. ഏട്ടത്തിക്ക് ഈ വേഷം ഒട്ടും ചേരത്തില്ല. ഇതങ്ങ് കളഞ്ഞാലോ? തിരക്കിയത് ഗോപിനാഥാണ്. തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ അമൃത പിടഞ്ഞുപോയി. ആദ്യം കാണും മാതിരി അവൾ അവരെ തുറച്ചു നോക്കി. മൂവർ സംഘത്തിന്റെ കണ്ണുകളിലെ കാമത്തിന്റെ തിരയിളക്കം അമൃതയെ സ്തബ്ധയാക്കി. അവൾ വിസ്മയം തിങ്ങിയ ഭാവത്തോടെ ചോദിച്ചു, എന്താ കുട്ടികളെ ഇതൊക്കെ? കുട്ടികളാണോന്ന് ഞങ്ങള് മനസ്സിലാക്കി തരാമടി. അവർ അവളെ തള്ളി താഴെയിട്ടിട്ട് വസ്ത്രങ്ങൾ വലിച്ചഴിക്കാൻ തുടങ്ങി. കുട്ടികളെ, നിങ്ങളുടെ അമ്മയെപ്പോലെയല്ലേ ഞാൻ? യദുവിന്റെ അമ്മയല്ലേ ഞാൻ? എന്റെ മോനെപ്പോലെ നിങ്ങളെയും സ്നേഹിച്ചിട്ടില്ലേ ഞാൻ? വെച്ചു വിളമ്പി ഊട്ടിയിട്ടില്ലേ? വിടാൻ അമൃത പിടഞ്ഞു. പക്ഷെ അവർ വിട്ടില്ല. നിന്നെ വിടുന്ന പ്രശ്നമില്ലടി. ഒത്തിരി കാലമായിട്ട് ഞങ്ങൾ നോട്ടമിട്ടതാടി. മോനെ ഋഷി. അമൃത അലറിക്കരഞ്ഞു. താൻ ഒളിച്ചിരുന്നിടത്തു നിന്ന് ഋഷി ഓടി വന്നു. ആ രംഗം കണ്ട് അവൻ അമ്പരന്നു. വിടിനടാ എന്റെ മമ്മിയെ. അവൻ അവരെ അടിച്ചു. അപ്പോഴേക്കും പിന്നിലൂടെ വന്ന ഒരുവൻ അവന്റെ തലയിൽ കുറുവടി കൊണ്ടടിച്ചു. അയ്യോ മമ്മി. അവൻ പിടഞ്ഞു വീണു. അയാൾ അവനെ വലിച്ചുയർത്തി. പിന്നെ ടെലിഫോൺ വയർ വലിച്ചു പറിച്ച് ജനാലയിലേക്ക് അവന്റെ കൈകൾ ചേർത്ത് കെട്ടി. അവൻ നിലവിളിച്ചപ്പോൾ ഷർട്ട് വലിച്ചു കീറി വായിൽ കുത്തിത്തിരുകി. പെട്ടെന്ന് അകത്തെ മുറിയിൽ നിന്ന് ഒരു അലർച്ച കേട്ടു. മമ്മി. വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പാഞ്ഞു വരികയായിരുന്നു വിനയ. അവളുടെ നൈറ്റിയുടെ മുൻഭാഗം മുഴുവൻ കീറിപ്പോയിരുന്നു. പിന്നാലെ ഓടിവന്ന ഹരിലാലിന്റെ കയ്യിൽ അതിരിപ്പുണ്ടായിരുന്നു. നില്ലടി, അവിടെ നിൽക്കാൻ. അവൻ അവളെ വട്ടം പിടിച്ചു കറക്കി. പിന്നെ പിടിവിട്ടു. അവൾ തെറിച്ചു ചെന്ന് ഭിത്തിയിലിടിച്ച് വീണു. അവളുടെ കണ്ണുകളിൽ ഇരുൾ തിങ്ങി. യാതൊരു ധൃതിയും കൂടാതെ ഹരിലാൽ അവളെ എടുത്ത് സെറ്റിയിൽ കിടത്തി. മകളുടെ നിലവിളി കൂടി കേട്ടപ്പോൾ സർവശക്തിയും സമാഹരിച്ച് ഇരുവരെയും കുതറിച്ചെറിഞ്ഞ് അമൃത ചാടി എണീറ്റു. അതിനിടയിൽ കൈവീശി ഇരുവരുടെയും കരണത്ത് ഓരോന്ന് പൊട്ടിച്ചു. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത പാപികളെ. തന്റെ മകളെ കീഴ്പ്പെടുത്താൻ ഭാവിക്കുന്ന ഹരിലാലിനെ അവൾ കണ്ടു. എടാ ചെകുത്താനെ. അലറിക്കൊണ്ട് അങ്ങോട്ട് ഓടാൻ ഭാവിക്കുകയായിരുന്നു അമൃത. പിന്നിൽ നിന്ന് പക്ഷേ വാവച്ചൻ അവളുടെ തലമുടിക്ക് പിടിച്ചു. ഗോപിനാഥ് ആ മുഖത്ത് കൈ ചുരുട്ടി ഇടിച്ചു. അമൃതയുടെ നിലവിളി ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. മൂക്കിലൂടെ കുടുകുടെ ചോരയൊഴുകി. അവൾ താഴേക്കൂർന്ന് നിശ്ചലമായി. അമൃതയെ വിട്ട് അവരും ഹരിലാലിനെ സഹായിക്കാനെത്തി. ഈശ്വര, തന്റെ പെങ്ങൾ. കൈകളുടെ കെട്ട് പൊട്ടിക്കാൻ ഋഷി ആകുന്നത്ര ശ്രമിച്ചു നോക്കി. കഴിഞ്ഞില്ല. ടെലിഫോൺ വയർ കയ്യിലുരഞ്ഞ് ചോര കിനിഞ്ഞു. അവന്റെ കണ്ണുകൾ രണ്ട് അരിവുകൾ തീർത്തു. മുന്നിലെ ക്രൂരത കാണാനാവാതെ നിസ്സഹായതയോടെയാണ് അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. അലർച്ചയും അട്ടഹാസങ്ങളും എപ്പോഴും നിലച്ചു. പൗർണമിയിൽ ശ്മശാന മൂകത ചേക്കേറി. എത്ര മണിക്കൂറുകൾ അവിടെ താണ്ഡവം നടന്നിട്ടുണ്ടാവും. അയൽക്കാരൊന്നും അങ്ങോട്ട് വന്നില്ല. മാത്രവുമല്ല, പൊട്ടിയടച്ച വാതിലുകളൊന്നും ആരും തുറന്നുകൂടിയില്ല. പല ഭാഗത്തും ക്യാമ്പ് ചെയ്യുന്ന പോലീസുകാർ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അമൃത എപ്പോഴോ കണ്ണുകൾ തുറന്നു. ആദ്യം അവൾക്ക് താൻ എവിടെയാണെന്ന് മനസ്സിലായില്ല. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായില്ല. വായിൽ ചോരയുടെ രുചി, മുഖത്ത് നനവ്. കൈകൊണ്ട് തുടച്ചു നോക്കി. കൈവെള്ളയിൽ ചുവപ്പ്. മുകളിൽ വിളറിക്കത്തി നിൽക്കുന്ന ലൈറ്റുകളിൽ കണ്ണുകൾ ഉടക്കി. പെട്ടെന്ന് നടക്കുന്നതെന്തോ ഓർത്തതുപോലെ അവൾ ചുറ്റും നോക്കി. താൻ തറയിൽ കിടക്കുകയാണ്. അവൾ ചാടി എണീറ്റു. നടക്കുന്ന രംഗങ്ങൾ മനസ്സിലേക്ക് വന്നപ്പോൾ അമ്പരപ്പോടെ സെറ്റിക്ക് നേരെ തിരിഞ്ഞു. മോളെ. നെഞ്ചി പിളരുന്ന നിലവിളി. അവിടെ ചവിട്ടിക്കുഴയ്ക്കപ്പെട്ട മണ്ണ് പോലെ വിനയ. ജീവനുണ്ടോ അതോ മരിച്ചോ? ഭ്രാന്തമായൊരു ഭാവത്തിൽ അമൃത മകളുടെ അടുത്തെത്തി. മോളെ, പൊന്നുമോളെ, കുലുക്കി വിളിച്ചു. അവളൊന്ന് ഞരങ്ങി. അമൃത ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് അവളുടെ ശരീരത്തിലേക്കിട്ടു. വിനയ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു. അമൃത മകളെ താങ്ങിയിരുത്തി. മമ്മി. പച്ചമുള വെട്ടിച്ചീന്തും പോലെ ഒറ്റ നിലവിളിയായിരുന്നു വിനയ. അമൃത മകളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. എനിക്കിനി ജീവിക്കണ്ട മമ്മി. പൊന്നുമോളെ, അരുതാത്തതൊന്നും തോന്നല്ലേ. മകളെ ആശ്വസിപ്പിക്കാൻ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. അപ്പോഴാണ് വിനയയുടെ കണ്ണുകൾ ഋഷിയിൽ പതിഞ്ഞത്. ജനാലയിൽ ബന്ധിതനായ അവന്റെ കഴുത്ത് ഒടിഞ്ഞ മാതിരി തൂങ്ങിക്കിടക്കുന്നു. മമ്മി, ഋഷി.
പെട്ടെന്നാണ് അമൃതയും മകനെ കണ്ടത്. അവൾ ഓടി അവന്റെ അടുത്തെത്തി താടി പിടിച്ചുയർത്തി. മോനെ. അവന്റെ കണ്ണുകൾ അപ്പോഴും നനഞ്ഞൊഴുകുകയായിരുന്നു. അവൾ അവന്റെ വായിൽ നിന്ന് തുണി വലിച്ചെടുത്തെറിഞ്ഞു. മമ്മി. അത്രയും നേരം നാവ് ചലിപ്പിക്കാനാവാതെ നിന്നിരുന്ന അവൻ തേങ്ങിപ്പോയി. അമൃത അവനെ അഴിച്ചുവിട്ടു. അമ്മയും മക്കളും അവിടെ തളർന്നിരുന്നു, നെടുവീർപ്പുകളും തേങ്ങലുകളും. അവർക്ക് പിന്നണിയായി അപ്പോഴാണ് വിനയ തിരക്കിയത്. കൊച്ചുമോൾ എന്തിയെ മമ്മി? അമൃത ഒന്നുകൂടി കിടുങ്ങി. മോളെ, നിത്യമോളെ. അമൃത ഭ്രാന്തിയെപ്പോലെ വീടിനുള്ളിൽ ഓടിപ്പാഞ്ഞു. ഋഷിയും കുഞ്ഞുപെങ്ങളെ തിരയാൻ തുടങ്ങി. വീടിനുള്ളിൽ ഒരിടത്തും അവളില്ല. പെട്ടെന്ന് അമൃത ഓർത്തു, വാവച്ചൻ അവളെ അടുത്ത വീട്ടിലേക്കെന്നും പറഞ്ഞ് കൊണ്ടുപോയല്ലോ. അവൾ ഒരു ടോർച്ച് തപ്പിയെടുത്തു പുറത്തേക്കോടി. പിന്നാലെ ഋഷിയും എത്തി. അടുത്ത വീട്ടിലേക്ക് ഓടുന്നതിനിടയിൽ ടോർച്ചിന്റെ വെളിച്ചം തെക്കേ മുറ്റത്ത് ഉടക്കി. തറയിൽ ഉറച്ചതുപോലെ ഇരുവരും നിന്നു. മനസ്സിൽ ഒരാന്തൽ. ചോരയിൽ കുളിച്ച് നിത്യമോൾ. ഋഷി ബോധമറ്റ് വീണു. അമൃത ഓടിച്ചെന്ന് മകളെ വാരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അല്പനേരം കഴിഞ്ഞു. ഋഷി കണ്ണുകൾ തുറന്നു. തറയിൽ നിന്നെണീറ്റു. കഴിഞ്ഞ രംഗങ്ങൾ ഓരോന്നായി അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അവന്റെ പല്ലുകൾ ഞെരിഞ്ഞുടഞ്ഞു. ഗോപിനാഥിന്റെയും വാവച്ചന്റെയും ഹരിലാലിന്റെയും മുഖങ്ങൾ അവന്റെ മുന്നിൽ ഉറഞ്ഞു. വീടിനുള്ളിലേക്ക് കുതിച്ച അവൻ ഒരു വെട്ടുകത്തി എടുത്തു. പിന്നെ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു. മോനെ. പിന്നിൽ നിന്നുള്ള അമൃതയുടെ വിളി അവൻ കേട്ടില്ല. അധ്യായം 4. മോനെ ഋഷി. അമൃത പിന്നെയും വിളിച്ചു. അതും അവൻ കേട്ടില്ലെന്ന് തോന്നി. വാതിൽ കടന്ന് മുറ്റത്തേക്കിറങ്ങാൻ ഭാവിക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് അമൃത ചാടി എണീറ്റു. നീയും പോയി ചാകാതെ ആദ്യം ഞങ്ങളെ തന്നെ അങ്ങ് കൊന്നു താടാ. പിടിച്ചു നിർത്തിയ മാതിരി അവന്റെ കാലുകൾ നിശ്ചലമായി. അമൃത തുടർന്നു. എല്ലാം നശിച്ച മമ്മിക്കിനി നിന്റെ ശവം കൂടി കാണാനുള്ള കരുത്തില്ലടാ. അതുകൊണ്ട് ആദ്യം എന്റെ പൊന്നുമോൻ ഈ മമ്മിയെ ഒന്ന് കൊന്നുതാ. വിഹ്വലതയോടെ ഋഷി തിരിഞ്ഞു നോക്കി. നിലവിളിച്ചുകൊണ്ട് കൊച്ചുമോൾക്കരികിൽ ഇരിക്കുന്ന മമ്മി. അവന്റെ കയ്യിൽ നിന്ന് വെട്ടുകത്തി വഴുതിപ്പോയി. പിന്തിരിഞ്ഞു വരാതെ അവൻ പടിക്കെട്ടിൽ തന്നെ കുത്തിയിരുന്നു. മോളെ, പൊന്നുമോളെ. മുഖത്ത് വെള്ളം തളിച്ച് നിത്യയെ കുലുക്കി വിളിക്കുകയായിരുന്നു മമ്മിയും വിനയയും. അവൾ പതിയെ ഒന്ന് ഞരങ്ങിയതല്ലാതെ കണ്ണു തുറന്നില്ല. കുട്ടിക്ക് അടിയന്തരമായി വൈദ്യസഹായം നൽകിയേ മതിയാകൂ എന്ന് അവർക്കറിയാം. പക്ഷേ ഒരു ചെറിയ ഡിസ്പെൻസറി ഉള്ളത് 2 കിലോമീറ്റർ അകലെയാണ്. അവിടെ ഒരു നഴ്സ് മാത്രമേ ഉള്ളൂ താനും. ഡോക്ടർ ഉള്ള ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 5 കിലോമീറ്ററിലധികമുണ്ട്. അമൃതയും വിനയയും കൂടി അവളെ താങ്ങിയെടുത്ത് അകത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. നീ കുറച്ച് വെള്ളം ചൂടാക്ക് വിനയെ. ശരി അമ്മേ. അടുക്കളയിലേക്ക് പോയ വിനയുടെ കാലുകൾ വേച്ചു പോകുന്നത് കണ്ടപ്പോൾ അമൃത കണ്ണുകൾ അടച്ചു. എങ്കിലും പോളകളെ നനച്ചുകൊണ്ട് കണ്ണീർ കിനിഞ്ഞു വന്നു. വിനയ ചൂടാക്കി കൊണ്ടുവന്ന വെള്ളം കൊണ്ട് അമൃത നിത്യയുടെ ശരീരത്തിലെ ചോര തുടച്ചു മാറ്റി. അസഹ്യമായ വേദന അനുഭവപ്പെടുന്നത് പോലെ ആ പിഞ്ചു ശരീരം പിടഞ്ഞു. എന്തോ ഭീകരത കാണും പോലെ ഇടയ്ക്കിടെ അവൾ ഞെട്ടിവിറച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ആ വീട്ടിൽ നിന്ന് പതിഞ്ഞ തേങ്ങലുകൾ മാത്രം ഉയർന്നു. ഇരുളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പടിക്കെട്ടിൽ കുത്തിയിരുന്ന ഋഷിയുടെ മനം പുകഞ്ഞു. തന്റെ കുടുംബം തകർത്തവരെ ഒന്നോടെ വെട്ടിക്കീറാൻ കഴിയാത്തതിലുള്ള വിഷമം അവനിൽ തളർച്ചയുണ്ടാക്കി. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരാണ് ഞങ്ങൾ. ഇനി ഈ ജന്മത്ത് എന്നെങ്കിലും ഈ കുടുംബത്തിലേക്ക് ആ സന്തോഷം കടന്നു വരുമോ? മക്കൾക്ക് വിഷം കൊടുത്തിട്ട് താനും അത് കഴിച്ച് മരിച്ചാലോ എന്ന് അമൃത പലവട്ടം ചിന്തിച്ചതാണ്. പക്ഷേ പ്രേമചന്ദ്രനെ കുറിച്ച് ഓർത്തപ്പോൾ, പോലീസ് ലോക്കപ്പിൽ കഴിയുന്ന യദുരാമനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് അതിനായില്ല. എല്ലാം തകർന്ന് മുന്നിലിരുന്ന് വിതുമ്പുന്ന വിനയ, കുരുന്ന പ്രായത്തിൽ തന്നെ പിച്ചി ചീന്തപ്പെട്ട നിത്യമോൾ. ഏതോ മഹാവിജനതയിൽ കഴുകനും കാക്കയും കൊത്തിക്കീറിയ ജന്മങ്ങളായി ആ കുടുംബം. രാത്രിയുടെ നിമിഷങ്ങൾ ഇഴഞ്ഞടർന്നു. കിഴക്കൻ മാനത്ത് പ്രകാശത്തിന്റെ കണികകൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും മണപ്പള്ളിയിൽ പത്രങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. അതിലെല്ലാം തന്നെ കശുമാവിൻ തോട്ടത്തിൽ നടന്ന ക്രൂരമായ കൊലപാതകത്തെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. കൊലയാളിയായി മുദ്ര കുത്തപ്പെട്ട യദുരാമന്റെ ചിത്രം ഉണ്ടായിരുന്നു. നേരം ശരിക്കു പുലർന്നപ്പോഴേക്കും അടുത്ത വീടുകളിൽ നിന്നുണ്ടായിരുന്നവരെല്ലാം അങ്ങോട്ട് വന്നു തുടങ്ങി. ആ വീട്ടിലെ ദൃശ്യങ്ങൾ അവരുടെയെല്ലാം മനമിളക്കി. പക്ഷേ സഹതപിക്കുക എന്നതിനേക്കാൾ ഉപരി പോലീസിൽ ഒരു പരാതി കൊടുക്കുവാൻ ആ കുടുംബത്തെ സഹായിക്കാൻ പോലും ആരും തയ്യാറായില്ല. നേരം പുലർന്നപ്പോഴേക്കും നിത്യയുടെ നില കൂടുതൽ വഷളായി. ഇനിയും അവൾക്ക് ഒരു ഡോക്ടറുടെ സഹായം കിട്ടിയില്ലെങ്കിൽ ഏതു നിമിഷവും അവൾ തങ്ങളെ വിട്ടുപോയേക്കാമെന്ന് അമൃതയ്ക്ക് തോന്നി. അവൾ ഋഷിയെ വിളിച്ചു. മോനെ, ഏതെങ്കിലും ഒരു വണ്ടി വിളിച്ചോണ്ട് വാ. എത്രയും വേഗം കൊച്ചുമോളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അവൻ അപ്പോൾ തന്നെ ഇറങ്ങി. ശരിക്കും എന്താ അമൃത ഉണ്ടായത്? അയൽക്കാരിയായ തങ്കമ്മ തിരക്കി. ഒരു സ്ത്രീയായ നിന്നോട് ഞാനത് പ്രത്യേകം പറയണോ തങ്കമണി? അമൃതയുടെ ശബ്ദം പതറി. എന്നാലും നിന്റെ മോൻ ഒരുത്തനല്ലേടി ഇതിനൊക്കെ കാരണക്കാരൻ. പാവത്താനെ പോലെ നടന്നിട്ടൊടുവിൽ അവൻ. അസഹ്യതയോടെ അമൃത വിളിച്ചു. തങ്കമണി. അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ മോൻ പാവം തന്നെയാണടി.
അവൻ ആരെയും കൊന്നിട്ടുമില്ല. എല്ലാവനും കൂടി ഒക്കെ ചെയ്തിട്ട് അവസാനം എന്റെ മോനെ. അവൾ വിങ്ങിപ്പൊട്ടി. പത്രത്തിലൊക്കെ വെണ്ടയ്ക്ക വലിപ്പത്തിലാ ന്യൂസ്. ഒന്നുമില്ലേല് അവര് അങ്ങനെ എഴുതുമോ? വടക്കേ വീട്ടിലെ ലിസമ്മയാണ് പറഞ്ഞത്. കത്തുന്ന കണ്ണുകളാൽ അമൃത അവളെ നോക്കി. ലിസി തലകുനിച്ചു കളഞ്ഞു. നിങ്ങളുടെ വീട്ടിലൊക്കെ ആണുങ്ങളുണ്ടായിട്ട് ഇവിടെ ഇത്രയൊക്കെ ബഹളങ്ങൾ കേട്ടിട്ടും ഒന്നിറങ്ങി വന്ന് തിരക്കിയില്ലല്ലോ. പ്രേമേട്ടനുണ്ടായിരുന്നേൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? നിനക്കത് പറയാം അമൃതേ, ഞങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളുള്ളതാ. നീരസത്തോടെ സ്ത്രീകൾ മുഖാമുഖം നോക്കി. പിന്നെ അമൃത ഒന്നും പറഞ്ഞില്ല. അയൽവക്കക്കാർ മുറ്റത്തും പറമ്പിലുമൊക്കെ നിന്ന് എന്തൊക്കെയോ പിറുപിറുത്തു. യദുരാമൻ തന്നെയാണ് ജയശ്രീയെ കൊന്നതെന്നാണ് അവരൊക്കെ വിശ്വസിച്ചിരുന്നത്. വണ്ടി വിളിക്കാൻ പോയ ഋഷി കുറച്ചു കഴിഞ്ഞപ്പോൾ തികച്ചും പരീക്ഷീണനായി മടങ്ങി വന്നു. അവന്റെ ഭാവം കണ്ട് അമൃത അമ്പരന്നു. എന്തുപറ്റി മോനെ? അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു വണ്ടിയും വരത്തില്ല. അവന്മാര് ഗോപിനാഥും വാവച്ചനും ഹരിലാലും ഞാൻ വിളിച്ചോണ്ട് വന്ന കാറ് തടഞ്ഞു. ഡ്രൈവറെ ചീത്ത വിളിച്ച് തിരിച്ചു വിട്ടു. ചോദ്യം ചെയ്ത എന്നെ തല്ലി. വിനയ മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. അല്പനേരം കഴിഞ്ഞ് എന്തോ തീരുമാനിച്ച മട്ടിൽ അമൃത എണീറ്റു. വസ്ത്രം മാറി. കൊച്ചുമോളെ ശ്രദ്ധിക്കണേ എന്ന് വിനയോട് പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങി. അവൾ നേരെ പോയത് വാർഡ് മെമ്പർ ശിവരാമന്റെ വീട്ടിലേക്കാണ്. വഴിയിൽ പലരും അവളെ തുറച്ചു നോക്കി. ചിലർ സഹതപിച്ചു, ചിലർ പരിഹസിച്ചു. മെമ്പറുടെ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന അയാളുടെ ഭാര്യ രത്നമ്മ അവളെ കണ്ടത് അനിഷ്ടത്തോടെ ചോദിച്ചു, എന്തു വേണം? എനിക്ക് മെമ്പറെ. അമർത്തിയൊന്ന് മൂളിയിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ശിവരാമൻ വാതിൽക്കൽ തല കാണിച്ചു, വെളുക്കെ ചിരിച്ചുകൊണ്ട്. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? വാ, കേറി വാ. വേണ്ട വേണ്ട, കേറുവോ ഇറങ്ങുകയോ ഒന്നും വേണ്ട. അവിടെ തന്നെ നിർത്തി കാര്യം പറഞ്ഞേച്ച് വിട്ടാ മതി. പിന്നിലൂടെ വന്ന ഭാര്യ ശിവരാമനെ ശാസിച്ചു. ഒരു പാവം പെങ്കുച്ചിനെ കൊന്നതാ ഇവിടെ മോൻ, അത് മറക്കണ്ട. ഇനി നാട്ടുകാരെല്ലാം കൂടി നമ്മുടെ നെഞ്ചത്തോട്ട് കയറാനുള്ള അവസരം ഉണ്ടാക്കണ്ട. ശിവരാമന്റെ ചിരി മാഞ്ഞു. അമൃത വിളറിപ്പോയി. ഭാര്യ പോയോ എന്ന് നോക്കിയിട്ട് ശിവരാമൻ തിരക്കി. എന്തിനാ അമൃത വന്നത്? എന്റെ മോനല്ല മെമ്പറെ ആ കൊച്ചിനെ കൊന്നത്. എന്നിട്ടും രാത്രിയിൽ ആ കൊലയാളികളും കൂടെ ചേർന്ന്. അമൃത ആ കിരാതവാഴ്ച ചുരുക്കി പറഞ്ഞു. ശിവരാമൻ നിർവികാര ഭാവത്തിൽ എല്ലാം കേട്ടുനിന്നു. അവൾ പറഞ്ഞവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. അതുകൊണ്ട് മെമ്പറെ, ഞങ്ങൾക്ക് 2-3 കാര്യങ്ങൾ ചെയ്തു തരണം. എന്റെ മോളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു വണ്ടി വേണം. പിന്നെ പോലീസിൽ അറിയിച്ച് വേണ്ട നടപടികൾ എടുക്കണം. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്ന എന്റെ മോൻ. അയാൾ അല്പനേരം ചിന്തിക്കുന്ന ഭാവത്തിൽ നിന്നു. പിന്നെ അറിയിച്ചു. 2ാമത്തെ കാര്യം ഞാൻ ചെയ്യാം, പോലീസിൽ അറിയിക്കുന്നതും മറ്റും. പക്ഷേ ആളുകൾ ഈ പ്രശ്നത്തിന്റെ പേരിൽ രോഷാകുലരാണ്. വണ്ടിക്കാർ വരാൻ തയ്യാറാകത്തുമില്ല. ആയാൽ തന്നെ ആളുകൾ വിടത്തുമില്ല. മെമ്പർ നോക്കിയാൽ. അയ്യോ, ആ കാര്യത്തിൽ എനിക്ക് ഇടപെടാനേ പറ്റത്തില്ല. ഒരു മെമ്പറായ എനിക്ക് ഭൂരിപക്ഷം ആളുകളുടെ താല്പര്യത്തിനല്ലേ നിൽക്കാൻ പറ്റൂ. കൊലയാളിയായ യദുരാമനെ പുറത്തിറക്കാൻ ഞാൻ ശ്രമിച്ചാൽ അവർ എന്നെ ചുട്ടുകൊല്ലും. വണ്ടിക്കാര്യവും അങ്ങനെ തന്നെ. അയാൾ അവളെ അടിമുടി നോക്കി. വോട്ട് ചോദിക്കാൻ പലപ്പോഴും ഇവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് താൻ. അന്നൊക്കെ തെല്ലും ഉടച്ചിലില്ലാത്ത ഇവളെ നോക്കി നിന്നിട്ടുമുണ്ട്. പക്ഷേ അമൃത ഷെഡിൽ കിടക്കുന്ന ശിവരാമന്റെ കാർ ശ്രദ്ധിച്ചു. മെമ്പറെന്ന് മനസ്സ് വെച്ചാൽ ഈ കാറിൽ എന്റെ മോളെ. യോ, അതുമാത്രം പറ്റത്തില്ല അമൃതേ. ഞാൻ അധ്വാനിച്ച പണം കൊണ്ട് വാങ്ങിയ കാറായത്. ആളുകൾ ഇത് തല്ലിപ്പൊളിച്ചാൽ ഇനിയൊന്ന് വാങ്ങാൻ എന്റെ കയ്യിൽ പണമില്ല. അമൃതയുടെ മനസ്സിൽ ഒരു മഹാസമുദ്രം ഇരമ്പി. അയാളുടെ മുഖത്ത് നോക്കി 4 വാചകം ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവർ സ്വയം അടക്കി. ഒരു നാട് മുഴുവൻ ഒരു വീട്ടുകാരെ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇനി താൻ എന്തു വേണം എന്ന ഭാവത്തിൽ അവൾ പിന്നെയും അയാളെ നോക്കി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അമൃതയ്ക്ക് ഓർമ്മയുണ്ടാവുമോ എന്തോ, കഴിഞ്ഞ തവണത്തെ പാർട്ടി സമ്മേളനത്തിന് ചെറിയൊരു പിരിവിനായി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അന്ന് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞതെന്താ? അവൻ എല്ലുമുറിയെ പണിയെടുക്കുന്ന കാശ് രാഷ്ട്രീയക്കാർക്ക് പുട്ടടിച്ച് തീർക്കാനുള്ളതല്ലെന്ന്. ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ നിങ്ങൾ എന്റെ പാർട്ടി അനുഭാവിയാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? രാഷ്ട്രീയം വിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നിങ്ങൾക്കാവില്ലേ മെമ്പറെ? മനുഷ്യന് മനുഷ്യനോട് തോന്നുന്ന ഒരു അനുകമ്പ. അമൃത ആ മുഖത്തു നിന്ന് കണ്ണുകൾ പിൻവലിച്ചില്ല. എവിടുന്നും എനിക്ക് രാഷ്ട്രീയം കഴിഞ്ഞേ ഉള്ളൂ, മറ്റല്ല. രാഷ്ട്രീയമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇയാളോട് സംസാരിച്ചിട്ട് പ്രയോജനമില്ലെന്ന് കണ്ട് അമൃത ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു മുൻ മെമ്പറും ഇപ്പോൾ ശിവരാമന്റെ എതിർ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് തോറ്റയാളുമായ ബാബുരാജിന്റെ വീട്. അവിടെ കയറിയാൽ സഹായം കിട്ടുമോ എന്നറിയാൻ അമൃത അവിടേക്ക് ചെന്നു. പൂമുഖത്ത് കസേരയിൽ ചാരിക്കിടന്ന് പത്രം വായിക്കുകയായിരുന്നു ബാബുരാജ്. മധ്യവയസ്കൻ, മുണ്ടും ബനിയനുമാണ് വേഷം. അവൾ ഒന്ന് മുരടനക്കി. അയാൾ പത്രം താഴ്ത്തിയിട്ട് കണ്ണട നേരെ വെച്ചു.
നിങ്ങളുടെ മകന്റെ സാഹസകൃത്യം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കുട്ടികൾക്കുണ്ടാകുന്ന ഓരോ മാറ്റമേ കഷ്ടം തന്നെ. അല്ല, അവനെങ്ങനെ ഇതൊക്കെ ചെയ്യാതിരിക്കും? നല്ല കൂട്ടുകാരായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ബാബു സാറേ, ഞാൻ അമൃത സംസാരിക്കാൻ ഭാവിച്ചു. പക്ഷേ അയാൾ തടഞ്ഞു. എനിക്കറിയാം, ഇന്നലെ ഇവിടെ ചില ചില്ലറ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി അല്ലേ? ഇവന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കൂടുതലും ഉണ്ടാകും. ഞാൻ വന്നത് അറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ പാർട്ടിക്കാർ അവരുടെ അണികളെ ഇങ്ങനെ കയറൂരി വിട്ടാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും? വരും തലമുറ പോലും നശിച്ചു പോകില്ലേ? പക്ഷേ സാർ, ഞാൻ അറിയാമെന്നേ. അമൃതയെ പോലെ തന്നെയുള്ള എത്രയോ അമ്മമാരുണ്ട് ഈ സംസ്ഥാനത്ത്. രോഷം കടിച്ചൊതുക്കി അമൃത തിരിഞ്ഞു നടന്നു. അല്ല, പോകുവാണോ? അയാൾ തിരക്കി. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞാലും കാര്യമില്ലെന്ന് തോന്നി സാർ. റോഡിലെത്തിയ അമൃത ചുറ്റും പകച്ചു നോക്കി. ആരുണ്ടാവും ഒന്ന് സഹായിക്കാൻ? പെട്ടെന്ന് ആ വഴി ഒരു ഓട്ടോ വന്നു. അവൾ കൈ കാണിച്ചു. അത് നിന്നു. അവിടെ എങ്ങുമുള്ള ഓട്ടോ ആയിരുന്നില്ല അത്. ഏതോ ഓട്ടം വന്നിട്ട് മടങ്ങിപ്പോകുകയായിരുന്നു. എന്താ? ഡ്രൈവർ തിരക്കി. എന്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ചേച്ചി കയറിക്കോ. എവിടാ വീട്? അമൃത വഴി പറഞ്ഞു കൊടുത്തു. അവൻ വേഗത്തിൽ വണ്ടി വിട്ടു. ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. വീടിന് മുന്നിൽ ഓട്ടോ നിന്നു. ഇപ്പം വരാം. അമൃത വേഗം അകത്തേക്ക് പോയി. നിത്യയുടെ വസ്ത്രങ്ങൾ മാറ്റി. വാ മക്കളെ, നിങ്ങളും വാ. മക്കളെ വിളിച്ചിട്ട് അമൃത മെത്തയുടെ അടിയിൽ നിന്ന് തന്റെ പേഴ്സ് എടുത്തു. എന്തോ അത് മാത്രമേ ഉള്ളായിരുന്നു. അക്രമികൾ കൊണ്ടുപോകാതെ ഋഷി കുഞ്ഞു പെങ്ങളെ താങ്ങിയെടുത്തു കൊണ്ടുപോയി ഓട്ടോയിലിരുത്തി. വിനയയും കയറി. വാതിൽ പൂട്ടിയിട്ട് അമൃതയും വന്നു. അവിടെ ആളുകൾ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഓട്ടോ ഡ്രൈവറുടെ നെറ്റി ചുളിഞ്ഞു. എങ്കിലും കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ അവനൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഏത് ആശുപത്രിയിലാ? മെഡിക്കൽ സെന്റർ. ഓട്ടോ പാഞ്ഞു. വിനയും അമൃതയും കുട്ടിയെ ചേർത്ത് പിടിച്ചു. എന്നാൽ ഓട്ടോ കശുമാവിൻ തോപ്പും പിന്നിട്ട് പ്രോഗ്രസീവ് ക്ലബിനരികിലെത്തിയതും ഒരു കൂട്ടം ആളുകൾ മുന്നിൽ ചാടി വീണു. നിർത്തടാ, എടാ, വണ്ടി നിർത്താൻ. അവരുടെ മുൻനിരയിൽ മൂവർ സംഘത്തെ കണ്ട് അമൃതയും മക്കളും ഞെട്ടി. ഡ്രൈവർ ഓട്ടോ നിർത്തി. എന്തു വേണം? ഗോപിനാഥ് ഓട്ടോയ്ക്കുള്ളിലേക്ക് തലയിട്ട് നോക്കി. ഒരു വിടലച്ചിരി പാസാക്കി. പിന്നെ ഡ്രൈവറോട് തിരക്കി. ഇവിടെ പുതിയ ആളാണ് അല്ലേ? അതെ. എങ്കിൽ ഇവരെ ഇറക്കിയിട്ട് വേഗം രക്ഷപ്പെട്ടു പൊയ്ക്കോ. അല്ലെങ്കിൽ ഓട്ടോയും കാണത്തില്ല, നീയും കാണത്തില്ല. അല്ല, എന്താ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണ് ഞാൻ. വളരെ സൗമ്യമായിട്ടാണ് അവൻ തിരക്കിയത്. പെട്ടെന്ന് വാവച്ചൻ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഇങ്ങനെയാടാ ഞങ്ങള്, മനസ്സിലായില്ലേ പുല്ലേ? ഓട്ടോയിലിട്ട് നിന്നെയും ഞങ്ങള് കത്തിക്കും. അല്ലെങ്കിൽ ഇറക്കി വിടടാ ഇവരെ. ചെറുപ്പക്കാരൻ ആ കൈ തട്ടിമാറ്റി. ഞാനും ഈ ജില്ലക്കാരൻ തന്നെയാ കൂവേ. ചുമ്മാ വരട്ടല്ലേ? ആഹാ, നീ അത്രയ്ക്കായോ? എതിർക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ഗോപിനാഥ് ഒരു കത്തിയെടുത്തു. ചെറുപ്പക്കാരൻ ഒന്ന് പതറി. ബഹളം കേട്ട് ക്ലബിൽ താമസിക്കുകയായിരുന്ന പോലീസുകാർ വരാന്തയിൽ വരെ വന്നു. അവിടെ ആരൊക്കെയാണെന്ന് കണ്ട് സൂത്രത്തിൽ പിൻവലിഞ്ഞു. അവൻ ഹരിലാലിനെയും വാവച്ചനെയും ഗോപിനാഥിനെയും പിന്നെ ഓട്ടോയിലിരുന്നവരെയും നോക്കി. വേഗം ഇറക്കി വിടടാ. ഗോപിനാഥിന്റെ കൽപ്പന. അല്ലെങ്കിൽ ഇപ്പോൾ കത്തിക്കും ഓട്ടോ. വേഗം വേണം. ഹരിലാൽ തീപ്പെട്ടിയെടുത്തു. ചെറുപ്പക്കാരൻ തിരിഞ്ഞ് അമൃതയോടും മറ്റും പറഞ്ഞു. നിങ്ങൾ ഇറങ്ങിക്കോ. ഋഷി അപ്പോഴേക്കും പുറത്തേക്ക് ദേഷ്യത്തോടെ ചാടാൻ ഭാവിക്കുന്നത് കണ്ട് അമൃത അവന്റെ കയ്യിൽ പിടിച്ചു. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അരുതുമോനെ. അവൻ മമ്മിയെ ഒന്ന് തുറച്ചു നോക്കി. നമുക്കിറങ്ങാം. കരച്ചിൽ കടിച്ചൊതുക്കി അമൃത മക്കളെ നോക്കി. അവർ ഇറങ്ങി. നിത്യയെ താങ്ങി ഇറങ്ങി വഴിയോരത്ത് തന്റെ മടിയിലിരുത്തി അമൃത. ഓട്ടോ വിട്ടുപോയി. മനുഷ്യത്വം മരവിച്ച ഒരു കൂട്ടം ആളുകൾ ക്രൂരമായൊരു സംതൃപ്തിയോടെ അവരെ നോക്കി നിന്നു. ബാക്കി ഭാഗം നാളെ. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി വായിച്ചത് മിഥുൻ മോഹൻ.